മണപ്പുറം കോപ്ടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും 20 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ അസിസ്റ്റന്റ് മാനേജർ ധന്യാമോഹന് കുഴൽപ്പണ സംഘവുമായി ബന്ധമെന്ന് സൂചന. ഭർത്താവിന്റെ NRI അക്കൌണ്ടിലേക്ക് പണം കൈമാറാൻ കുഴൽപ്പണ സംഘങ്ങളുടെ സഹായം ലഭിച്ചെന്നാണ് വിവരം. 8 അക്കൌണ്ടുകളിലേക്ക് ധന്യ പണം മാറ്റിയെന്നാണ് കണ്ടെത്തൽ. ഇതോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കും. ധന്യയുടെ പേരിൽ മാത്രം 5 ബാങ്ക് അക്കൌണ്ടുകൾ നിലവിലുണ്ട്. ധന്യയുടെ അക്കൌണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി. ധന്യയുടെയും ബന്ധുക്കളുടെയും പേരുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും. മണപ്പുറം കോപ്ടെക്കിൽ കഴിഞ്ഞ 18 വർഷമായി ജീവനക്കാരിയായ ധന്യാമോഹൻ കഴിഞ്ഞ 5 വർഷത്തിനിടെയാണ് 20 കോടി രൂപ തട്ടിയെടുത്തത്. തട്ടിയെടുത്ത തുക ബന്ധുക്കളുടെ അക്കൌണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. ആഡംബരത്തിനും ദൂർത്തിനുമായാണ് ധന്യ പണം ഉപയോഗിച്ചിരുന്നത്. 6 ആഡംബര കാറുകളാണ് ധന്യയുടെ പേരിലുള്ളത്. ധന്യ ഓൺലൈൻ റമ്മി കളിക്ക് അടിമയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 കോടി രൂപയുടെ ഓൺലൈൻ റമ്മി കളിയുടെ ഇടപാട് വിവരങ്ങൾ ഇൻകം ടാക്സ് തേടിയിരുന്നു. എന്നാൽ ധന്യ ഈ വിവരം നൽകിയിരുന്നില്ല. കസ്റ്റഡിയിലുള്ള ധന്യയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ധന്യ കീഴടങ്ങിയെങ്കിലും ഭർത്താവ് ഒളിവിലാണ്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ധന്യ കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത്. തൃശൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടി തട്ടിയെടുത്തെന്ന കേസിലാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ധന്യ കീഴടങ്ങിയത്. അതേസമയം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തന്റെ ബാഗ് മുഴുവൻ കാശാണെന്നും നിങ്ങൾ വന്ന് എടുത്തോളൂ എന്നുമാണ് മറുപടി നൽകിയത്. 5 സെന്റ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങിച്ചിട്ടുണ്ട് എന്നും ധന്യ പറഞ്ഞു. ഭർത്താവിന്റെ NRI അക്കൌണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയതായും സംശയമുണ്ട്. അക്കൌണ്ടുകളിലുള്ള പണവും സ്വത്തുക്കളും മരവിപ്പിക്കാൻ നടപടിയും തുടങ്ങി. തട്ടിപ്പിൽ കൂടുതൽ കൂട്ടാളികൾ ഉണ്ടോ എന്നും അന്വേഷണമുണ്ട്. ധന്യയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. 18 വർഷത്തോളമായി മണപ്പുറം ഫിനാൻസിന് കീഴിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ലീഡായി ജോലി ചെയ്തു വരികയായിരുന്നു ധന്യ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ വ്യാജ അക്കൌണ്ടുകളിലേക്കാണ് യുവതി പണം മാറ്റിയത്. കുടുംബങ്ങളുടെ അക്കൌണ്ടുകളിലേക്കായിരുന്നു ധന്യ പണം മാറ്റിയിരുന്നത്. ഈ പണം ഉപയോഗിച്ച് ബന്ധുക്കളുടെയും സ്വന്തം പേരിലുമായി വീടും ഭൂമിയും അടക്കമുള്ള സ്വത്തുവകകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2019 മുതലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നും അച്ഛന്റെയും സഹോദരന്റെയും അടക്കമുള്ള 5 അക്കൌണ്ടുകളിലേക്കാണ് ധന്യ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത് എന്നും പോലീസ് കണ്ടെത്തി. പ്രത്യേക 7 അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചാണ് സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർക്കാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ അക്കൌണ്ട് ട്രാൻസ്ഫർ മുഖേന നടത്തിയ 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ധന്യയെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. 2019 മുതൽ നടത്തിയ തട്ടിപ്പ് 19.94 കോടിയുടെ അടുത്തു വരുമെന്നും പോലീസ് പറയുന്നു. സ്ഥാപനം തട്ടിപ്പ് കണ്ടെത്തിയതോടെ ശാരീരിക അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞു കാറിൽ കയറിപ്പോയ ധന്യയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലായിരുന്നു. ഇവർ താമസിച്ചിരുന്ന വീട്ടിലടക്കം റൂറൽ SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ പോലീസ് പരിശോധനയും നടത്തിയിരുന്നു. പിന്നീടാണ് സ്വമേധയാ ധന്യ വന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.